പ്രിയപ്പെട്ടവരെ, മന്നാ ദ ഡെയിലി ബ്രെഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഈ ദിനത്തെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾക്കകത്ത് താലന്തുകളുടെ ഉപമയാണ് വിവരിച്ചിരിക്കുന്നത്. ഈ ഉപമയിൽ ഒരു യജമാനൻ ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ തൻ്റെ ഭൃത്യന്മാരെ വിളിച്ച് താലന്തുകൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. 5 ഏൽപ്പിച്ചവൻ 10 മടക്കി കൊടുക്കും, അവനെ സമൃദ്ധമായി അനുഗ്രഹിക്കും. 2 വാങ്ങിച്ചവൻ 2 കൂടെ സമ്പാദിച്ചു കൊടുക്കും, എന്നാൽ 1 വാങ്ങിച്ചവൻ കൊണ്ടുപോയി കുഴിച്ചിടും. അവനോട് പറയുന്ന വാക്കാണ്, അവനിൽ നിന്ന് അതെടുത്ത് 10 കൊടുത്തേക്കാൻ പറഞ്ഞു. പിന്നീട് വചനം കൂട്ടിച്ചേർക്കുന്ന ഇങ്ങനെയാണ്: ഉള്ളവന് പിന്നെയും നൽകപ്പെടും, അവൻ സമൃദ്ധിയുള്ളവനാകും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും കൂടെ എടുത്ത് മാറ്റപ്പെടുകയും ചെയ്യും. നിന്റെ ജീവിതത്തിൽ ദൈവമെല്ലാം നിന്റെ കൺമുമ്പിലേക്ക് കൊണ്ടുവന്ന് നൽകുമെന്ന് ഒരിക്കലും നീ വിചാരിക്കരുത്. ദൈവം അങ്ങനെ ആരെയും കണ്ണടച്ച് അനുഗ്രഹിക്കുന്ന ഒരന്ധനല്ല. നിന്റെ അധ്വാനത്തിന് വില കൊടുക്കുന്നവനാണ് ദൈവം. നീ എത്രമാത്രം തീക്ഷ്ണമായിട്ട് അധ്വാനിക്കാൻ തയ്യാറാകുന്നു, ആ അധ്വാനത്തെ കൂടുതൽ സമൃദ്ധിയിലേക്ക് നയിക്കുവാനായി കാത്തിരിക്കുന്നവനാണ് ദൈവം. അതല്ലാതെ നിങ്ങൾ അധ്വാനിക്കാൻ തയ്യാറാകാതെ എന്നും ദൈവത്തിന്റെ മുമ്പിൽ മെഴുകുതിരി കൊളുത്തി നിങ്ങൾ കണ്ണുനീരൊഴുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ആ പ്രാർത്ഥനയ്ക്ക് യാതൊരു ഫലവും ഉണ്ടാവുകയില്ല. പ്രാർത്ഥിക്കുവാൻ ഇറങ്ങി പുറപ്പെടുന്ന മനുഷ്യരാണോ, അതിനു മുമ്പ് നീ നിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക. അധ്വാനിക്കുന്നവന്റെ മേൽ അവന്റെ അധ്വാനത്തെ സമൃദ്ധീകരിച്ച് നൽകുന്നവനാണ് കർത്താവ്. ആ ദൈവമാണ് നിന്റെ രക്ഷകനായിട്ടുള്ളവൻ. അതല്ലാതെ മടിയനായിരുന്നപ്പോഴും പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ദൈവം ഇറങ്ങി വരില്ല. നിങ്ങൾ അധ്വാനിക്കുക, നിങ്ങളുടെ വിയർപ്പിന് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുക, നിങ്ങളുടെ കണ്ണുനീരിന് പ്രാധാന്യം കൊടുക്കുക. കർത്താവ് അപ്പോൾ നമ്മളെ ശക്തിപ്പെടുത്തും, അനുഗ്രഹിക്കും. ദൈവമേ, അവിടുത്തെ കൃപ ഞങ്ങളുടെ മേലുണ്ടാകണമേ. ആമേൻ.